സാർ, ഈ ഗാസ ഒരിക്കലും സമാധാനത്തിലേക്ക് മടങ്ങി വരില്ല എന്നാണോ? ഈ ഗാസയിൽ ഒരിക്കലും ഈ വെടിനിർത്തൽ ഇപ്പോൾ താൽക്കാലികമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ ഈ സമാധാനം വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പ്രവർത്തനങ്ങളല്ല അവിടെ നടക്കുന്നതെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാകുന്നത്. ഗാസയിലെ ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? അതുതന്നെയാണ് അടിസ്ഥാനപരമായിട്ട് ലോകം അഭിമുഖീകരിക്കുന്ന പ്രശാന്തി ചോദിച്ച ചോദ്യം തന്നെയാണ്. ചോദ്യത്തിന് പ്രശ്നമൊന്നും പറയാറുണ്ടല്ലോ. ലോകം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇത് തന്നെയാണ്. ആരും അത് അഡ്രസ്സ് ചെയ്യുന്നില്ല, ലഘൂകരിച്ച് കാണുന്നു ഐക്യരാഷ്ട്ര സംഘടന പോലും. ഇവിടെ എന്താ സംഭവിച്ചത്? കരാർ അനുസരിച്ച്, സമാധാന കരാർ അനുസരിച്ച് സമാധാനത്തിലേക്ക് ആ ഒരു പശ്ചിമേഷ്യ അല്ലെങ്കിൽ മധ്യേഷ്യ നീങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇസ്രായേൽ അവർ പറഞ്ഞ വാക്കുകളെല്ലാം നിറവേറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ആരാണ് ഈ കരാർ ലംഘിച്ചിരിക്കുന്നത്? ഇസ്രായേലാണോ? എല്ലാവരും ഇസ്രായേലിനെയാണ് കുറ്റപ്പെടുത്തുന്നത്. ഇസ്രായേൽ അവർ 3 ബന്ദികളെ ഇങ്ങോട്ട് കൈമാറുമ്പോൾ ആയിരക്കണക്കിന് തടവുകാരെയാണ് ഇസ്രായേൽ അങ്ങോട്ട് കൈമാറുന്നത്. അവർ എണ്ണത്തിൻ്റെ കണക്ക് പറഞ്ഞ് വിളങ്ങിയിട്ടില്ല. പക്ഷേ അതുപോലും ഒരു 3 ബന്ദികളെ പോലും കൊടുക്കാൻ കഴിയാതെ പിടിവാശി പിടിക്കുകയാണ് ഹമാസ്. എന്താ കാര്യം? അവർക്ക് കിട്ടേണ്ട അത്യാവശ്യം പേരെയൊക്കെ കിട്ടിക്കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അവരെ ഉപയോഗിച്ചുകൊണ്ട് വീണ്ടും ഗാസയിൽ ഇതുപോലൊരു വൃത്തികെട്ട യുദ്ധം എന്ന് തന്നെ ഞാൻ പറയും, വൃത്തികെട്ട യുദ്ധം നടത്താം. ഹമാസ് നടത്തിയ യുദ്ധത്തിൻ്റെ പേരാണ് ഞാൻ വിശേഷിപ്പിക്കുന്നത് വൃത്തികെട്ട യുദ്ധം. അത് വീണ്ടും ആവർത്തിക്കാനുള്ള കരുനീക്കമാണ് നടത്തിയത്. അപ്പോൾ ഇനി ബാക്കിയുള്ള ബന്ധുക്കൾ ഒന്നുകിൽ മരിച്ചിട്ടുണ്ട്, അവർ കൊന്നിട്ടുണ്ട്, ആരും അവശേഷിക്കുന്നില്ല. അപ്പം നമ്മളുടെ കച്ചവടത്തിൽ ലാഭം തങ്ങൾക്ക് കിട്ടി. അപ്പം കരാറൊന്നും ലംഘിച്ചാലും കുഴപ്പമില്ല, നമ്മുടെ കാര്യം നേടിക്കഴിഞ്ഞു. വീണ്ടും ഗാസയിൽ ഇവിടുന്ന് വിട്ടതാണല്ലോ, തടവിൽ നിന്ന് വിട്ട ആൾക്കാരെ ഭീകര മനുഷ്യരായിട്ട് അല്ലെങ്കിൽ ചാവേറുകളായിട്ട് ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേലിനെതിരെ വീണ്ടും ഇതുപോലൊരു നാണം കെട്ട വൃത്തികെട്ട പെണ്ണുങ്ങളെ പിടിച്ചുകൊണ്ടുപോകുന്ന, കുട്ടികളെ പിടിച്ചുകൊണ്ടുപോകുന്ന, കുട്ടികളുടെ മുമ്പിൽ വെച്ചിട്ട് അവരുടെ അമ്മമാരെ ബലാത്സംഗം ചെയ്യുന്ന മനുഷ്യരാശിക്കൊരിക്കലും ക്ഷമിക്കാൻ പറ്റാത്ത അക്ഷന്തവ്യമായിട്ടുള്ള അപരാധം ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും ആയുധങ്ങൾ സ്വരുക്കൂട്ടുകയാണ് ചെയ്യുന്നത് ഹമാസ്. അതിന് വേണ്ടിയിട്ടുള്ള, അതിന് ആവശ്യമായിട്ടുള്ള ആൾക്കാരെ ഇനി കിട്ടിക്കഴിഞ്ഞാൽ അവർ മതി, ചാവേറുകളായിട്ട് ഉപയോഗിക്കാം, ബന്ദികളെ പിടിക്കാൻ ഉപയോഗിക്കുക. ഇതൊക്കെയാണ് അവരുടെ ലക്ഷ്യങ്ങൾ, നീചമായ ലക്ഷ്യങ്ങൾ. ഇതാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകമെങ്ങുമുള്ള സമാധാനത്തിൻ്റെ മതമായിട്ടുള്ള ഇസ്ലാമിൻ്റെ പേരിൽ പ്രവർത്തിക്കുന്ന ഈ ഭീകര നെറികെട്ട സംഘടനകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്. ബംഗ്ലാദേശിൽ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്, യമനിലെ ഹൂത്തികൾ നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്, അതുപോലെ തന്നെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡുകൾ എന്ന് പറയുന്ന ഇറാനിലെ അവരുടെ പട്ടാള വ്യൂഹവും ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെ അവരുടെ സ്വന്തം ജനങ്ങളോട്. ഇത് തന്നെയാണ് നടമാടിക്കൊണ്ടിരിക്കുന്നത് ലോകമെങ്കാടും. എന്നിട്ട് എല്ലാവരും ശത്രുക്കളായിട്ട് കാണുന്നത് ഇസ്രായേലിനെയാണ്. ഇസ്രായേൽ മനുഷ്യാവകാശം ലംഘിക്കുന്നു. ഇവിടെ എന്താ നമ്മളിപ്പോൾ കണ്ടു? ഗാസയിൽ അയ്യോ പട്ടിണി പാവങ്ങളെ കൊല്ലുന്നേ, ആശുപത്രികളിലെ രോഗികളെ കൊല്ലുന്നേ, അയ്യോ അയ്യോ എന്ന് നിലവിളിച്ചു മലയാളത്തിലെ മാപത്രങ്ങളൊക്കെ തന്നെ, മാപത്രം എന്ന് പറയാൻ മാധ്യമങ്ങളൊക്കെ ഉൾപ്പെടും, അവരെ ഇങ്ങനെ അങ്ങിട്ട് കൊന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു. ഇസ്രായേൽ വികസിതമായിട്ടുള്ള ഒരു രാജ്യമായിട്ട്, ഇന്ത്യ പോലും പാഠം പഠിക്കേണ്ട ഒരു രാജ്യമായിട്ട് വളർന്നു. അവരുടെ സൈനിക സഹായം ആവശ്യമായിട്ട് വന്നു. ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്തിന് ലോകത്തിൽ ഏറ്റവും വേട്ടയാടപ്പെട്ട ക്രൂരമായ നരഹത്യകൾക്കിരയായിട്ടുള്ള പൈശാചികമായിട്ടുള്ള മനുഷ്യാവകാശ ലംഘനങ്ങൾക്ക് വിധേയരായിട്ടുള്ള, അത് ഹിറ്റ്ലർ മാത്രമല്ല, റോമാക്കാരും യൂറോപ്പിലുള്ളവരെല്ലാം തന്നെ പേടിച്ച് പലായനം ചെയ്യിപ്പിച്ച ഒരു വിഭാഗം ആൾക്കാർ, ഇറ്റലി ഇതുപോലുള്ള രാഷ്ട്രങ്ങൾ, അവർ സ്വന്തമായിട്ടൊരു തുണ്ട് ഭൂമി നേടിയപ്പോൾ അവിടെ അവർക്ക് സമാധാനം കൊടുക്കില്ല എന്ന് പറഞ്ഞ് ബെഞ്ചമിൻ നെതന്യാഹു തന്നെ പറഞ്ഞല്ലോ, നമ്മളിവിടെ വന്നപ്പോൾ അഭയാർത്ഥികളായിട്ട് നമ്മൾ ഈ മണ്ണിൽ വന്നപ്പോൾ നമുക്ക് നേരെ യുദ്ധം നടത്തിയത് 7 രാജ്യങ്ങൾ ചേർന്നിട്ടാണ്. 1000 വർഷം നീണ്ടു നിൽക്കുന്ന യുദ്ധമെന്ന് വേറിട്ട ആ യുദ്ധത്തിൽ പക്ഷേ അവരാരും ജയിച്ചില്ല, അവസാനം നമ്മൾ ജയിച്ചു. അതുപോലെ ഹമാസ് നടത്തിയ അതിക്രൂരമായ ചതിയിൽ നിന്നും രക്ഷപ്പെട്ടു ഇസ്രായേൽ. പക്ഷേ ഗാസയുടെ സ്ഥിതി എന്താ? ഇസ്രായേൽ വികസിത രാഷ്ട്രമായിട്ട് തന്നെ ഇപ്പോഴും തുടരുന്നു. യുദ്ധത്തിനു ശേഷവും ഫീനിക്സ് പക്ഷിയെപ്പോലെ ഉണർത്തെണീറ്റു. പക്ഷേ തൊട്ടടുത്ത ഗാസ
പട്ടിണിപ്പാവങ്ങളുടെ നാടായിട്ട് തന്നെ കിടക്കുന്നു. കാരണം എന്താ? അപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഗാസ നരകമാണ്. 50,000-ത്തിലധികം പേർ മരിച്ചു. എന്തുകൊണ്ട്? കാരണം അവർക്ക് ഇസ്ലാമിക സമ്പന്ന രാജ്യങ്ങൾ, അതായത് എണ്ണ കയറ്റുമതി ചെയ്ത് ലാഭം ഉണ്ടാക്കുന്ന രാഷ്ട്രങ്ങളെ വൻതോതിൽ സഹായം നൽകുന്നുണ്ട്. ഈ പണമൊന്നും രാജ്യത്തിൻ്റെ വികസനങ്ങൾക്കോ പാവങ്ങൾക്ക് അപ്പം വാങ്ങിക്കാനോ വേണ്ടിയല്ല അവർ ചെലവഴിക്കുന്നത്. മറിച്ച് ആയുധങ്ങൾ വാങ്ങിക്കൂട്ടാനും ആയുധങ്ങൾക്ക് മൂർച്ച കൂട്ടാനും ഇസ്രായേലിനെ ഇല്ലാതാക്കാനും വേണ്ടിയാണ് ശ്രമിക്കുന്നത്. ദുഷ്ടബുദ്ധിയാണ് അവരെ നയിക്കുന്നത്. നേർബുദ്ധി കൊണ്ട് ഇസ്രായേൽ അവരെ നേരിടുന്നു. അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സാർ, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത് ഇന്ന് ഉച്ചയോടുകൂടി മുഴുവൻ ബന്ദികളെയും മോചിപ്പിക്കണമെന്നാണ്. ഇല്ലെങ്കിൽ അതിൻ്റെ പരിണിത ഫലം വളരെ ഭയാനകമായിരിക്കും എന്ന മുന്നറിയിപ്പാണ് അദ്ദേഹം കൊടുത്തിരിക്കുന്നത്. പറഞ്ഞ വാക്ക് പാലിക്കുന്ന ആൾ തന്നെയാണ് ട്രംപ്. അത് തന്നെയുള്ളൂ പരിഹാരം. ലോക സമാധാനത്തിനുള്ളൊരു പരിഹാരമാണ് അദ്ദേഹം പറഞ്ഞത്. ഗാസ ഞങ്ങൾ ഏറ്റെടുക്കും, അവിടെ ഐശ്വര്യം ഉണ്ടാക്കും, അഭിവൃദ്ധി ഉണ്ടാക്കും, വികസനം ഉണ്ടാക്കും. ആ വികസനം ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ പിന്നെ ഈ അരാജകത്വവും ഈ അരാഷ്ട്രീയവും ഭീകരവാദവും മതവാദവും മൗലികവാദവും അതിൻ്റെ പ്രോഡക്റ്റായിട്ടുള്ള ഈ തീവ്രവാദവും ഉണ്ടാവുകയില്ല. അതുതന്നെയാണ്. നിങ്ങൾ നോക്കൂ, സമ്പന്ന രാജ്യമായി കഴിഞ്ഞു ഗൾഫ് രാജ്യങ്ങളെല്ലാം തന്നെ, സൗദി അറേബ്യ, അബുദാബി, കുവൈറ്റ്, ഖത്തർ, അവിടെ കാണാൻ ഇതുപോലുള്ള തീവ്രവാദി പ്രസ്ഥാനങ്ങൾ ലോകത്തിനെതിരായിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ? സമാധാനത്തിനെതിരെ അനുവദിക്കില്ല. അമിതമായിട്ടുള്ള മൗലികവാദവും അനുവദിക്കില്ല. അത് അവിടെ പടർത്താൻ ശ്രമിച്ച പാകിസ്ഥാൻകാർ, ഇസ്രായേലിനെ എതിർത്തുകൊണ്ട് പ്രകടനം നടത്തിയ പാകിസ്ഥാൻകാരെ അവിടുന്ന് തുരുത്തി. പാകിസ്ഥാൻകാർ ഇങ്ങോട്ട് പ്രവേശിക്കേണ്ടെന്ന് പറഞ്ഞു. നോക്കൂ, ആ രാഷ്ട്രങ്ങളുടെ മഹത്വം. അതുപോലെ ഭീകരവാദത്തിന് സൗദി വധശിക്ഷയാണ് കൊടുക്കുന്നത്. നോക്കൂ, ഇന്ത്യയേക്കാൾ മാതൃകാപരമായിട്ട് അവർ ശിക്ഷിക്കുന്നു. അതുതന്നെയാണ് ചൈനയും അത് തന്നെയാണ് ചെയ്യുന്നത്. ഇന്ത്യ മാത്രമേ ഉള്ളൂ മനുഷ്യാവകാശം എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെയൊക്കെ ഈ വളമിട്ട് കൊടുക്കുകയാണ്. ഇങ്ങനെയുള്ള ഈ മനുഷ്യാവകാശ പ്രവർത്തകരെല്ലാം എന്നല്ല പറയുന്നത്, തീവ്രവാദത്തിന് വളം വെച്ച് കൊടുക്കാനുള്ള ഒരു ഉപാധിയായിട്ടാണ് LTTE നടത്തിയത്. ഇസ്ലാം മാത്രമല്ല, LTTE എന്ന് പറയുന്ന ഹിന്ദു സംഘടനയും ഹിന്ദുക്കളായിരുന്നു അതിൽ കൂടുതൽ. അവരും നടത്തിയൊരു ഭീകരവാദം തന്നെയാണ്. അവർക്കും ഉണ്ടായിരുന്നു ലണ്ടനിലിരുന്നു കൊണ്ട് അവരെ സഹായിക്കുന്ന ഒരു മനുഷ്യത്വ മുഖം. അദ്ദേഹമാണ് സർ. പക്ഷേ ഈ LTTE-കാർക്ക് ഫണ്ട് ചെയ്തതൊക്കെ ചില മിഷണറിമാരാണ് എന്നൊക്കെയുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. പക്ഷെ ആയിരിക്കാം, നമുക്കിതിൻ്റെ ഒന്നും സത്യങ്ങൾ ഒരു കാലത്തും ചിലപ്പോൾ പിടികിട്ടിയെന്ന് വരില്ല. നാം ഇങ്ങ് അറിയുവതല്പം, എല്ലാം ഓമനെ ദൈവസങ്കല്പം. ഈ പല രഹസ്യങ്ങൾ നമ്മൾ അറിയാവുന്നത് വെച്ച് മാത്രം പറയുകയാണ്. അറിയാൻ വയ്യാത്ത ഒരുപാട് രഹസ്യങ്ങൾ അന്തർധാരയായിട്ട് ഇതിലൊക്കെ ഉണ്ട് എന്നുള്ളത് വളരെ. കാരണം ഈ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റും സോറോസും ഒക്കെ ഇത്തരത്തിൽ LTTE പോലെയുള്ള ശക്തികൾക്ക് ഫണ്ട് ചെയ്യുന്നവരാണ് എന്നൊരു വാർത്ത നേരത്തെ തന്നെ പുറത്തു വന്നതാണ്. ഇത് മഞ്ഞുമലയുടെ ഒരു ടിപ്പ് മാത്രമാണ് നമ്മൾ അറിയുന്നത്. അതായത് ഹിമവാഹിനിയുടെ ഒരു തുണ്ട് മാത്രമേ നമുക്ക് ഈ സത്യമായിട്ട് ഡിസ്കസ് ചെയ്യാൻ കിട്ടുന്നുള്ളൂ. അതിനിടയിൽ അഗാധതകളിൽ അതിൻ്റെ ഹിമശിലാഖണ്ഡം ഇങ്ങനെ സ്ഥിതി ചെയ്യുകയാണ്. പർവ്വതങ്ങളെപ്പോലെ തന്നെ, പർവ്വത രൂപത്തിൽ തന്നെ സത്യം അടിയിൽ ഒളിഞ്ഞിരിക്കുകയാണ്. സർ, നമുക്ക് തിരിച്ച് ഹമാസിലേക്ക് വരാം. ഇപ്പോൾ ഈ ഇന്നത്തെ ഈ അവസ്ഥയിൽ ബന്ദികളെ വിട്ടുകൊടുക്കാതിരുന്നാൽ ഹമാസിൻ്റെ സ്ഥിതി എന്താകും? ഗാസയുടെ സ്ഥിതി എന്താകും? അമേരിക്ക ഇടപെടും. ട്രംപ് എന്ന് പറയുന്നത് നോ മാൻ വിത്ത് നോ ഹിപ്പോക്രസി. അഭിനയമൊന്നുമില്ല, പറഞ്ഞത് നടപ്പാക്കും. ലോക സമാധാനത്തിന് അമേരിക്കയുടെ തന്നെ നിലനിൽപ്പിന് ആവശ്യമാണത്. അല്ലെങ്കിൽ ഇവർ മതി ഒരു വേൾഡ് ട്രേഡ് സെൻറ്റർ 2 ആക്രമണം നടത്താൻ വേണ്ടിയിട്ട്. ലോകത്തിൻ്റെ സമാധാനം നശിക്കുമ്പോൾ ഇന്ത്യയുടെയും അമേരിക്കയിൽ പോയിരിക്കുന്ന മലയാളികളുടെയും സമാധാനമാണ്, ഇസ്രായേലിൽ പോയിരിക്കുന്ന മലയാളികളുടെ സുരക്ഷയുമാണ് ഇല്ലാതാകുന്നതിനുള്ള ഓർമ്മ വേണം. നമ്മൾ അതുകൊണ്ടാണ് നരേന്ദ്രമോദി പറഞ്ഞത്, ഭീകരവാദമാണ് ലോകം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. അതിനെ അഡ്രസ്സ് ചെയ്യുകയാണ് ട്രംപ്. അത് ശരിയായിട്ടുള്ള നിലപാടും ലോക സമാധാനത്തിനുള്ള ഏറ്റവും ഫലപ്രദമായിട്ടുള്ള മാർഗവും. ഗാസ വീണ്ടും ഒരു യുദ്ധഭീഷണിയില്ല. യുദ്ധമൊന്നും ഉണ്ടാവില്ല അവിടെ. അമേരിക്കയുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ ഇവർക്കൊന്നും പറ്റില്ല. അമേരിക്ക ഇറങ്ങും, അവിടുത്തെ ബന്ദികളെ മുഴുവൻ മോചിപ്പിക്കും, ഭീകരവാദികളെ തുരത്തും. അതുതന്നെയാണ് വേണ്ടത്. അത് തന്നെ ഉണ്ടാവും. തീർച്ചയായിട്ടും അങ്ങനെ സംഭവിക്കട്ടെ എന്ന് നമുക്കും ആഗ്രഹിക്കാം.